പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. കുറേ നാളായി നമ്മൾ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് നിങ്ങളോട് കുറേ സംസാരിച്ചിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ചൂടിലാണ് PSC ലോകം. PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും അടുത്ത് ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സിലൂടെ അറിയാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്നിങ്ങനെ വീഡിയോ ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് ഇതിനകത്തുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, PSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ പരീക്ഷകളിൽ അന്തസ്സായിട്ടുള്ള ഒരു ശമ്പളം വാങ്ങാൻ, എല്ലാ ശമ്പളവും അന്തസ്സുള്ളത് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ഒരു കുടുംബത്തെ ഏറ്റവും നന്നായി നോക്കി പോറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശമ്പളം നമുക്ക് തരുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല PSCയുടെ നടത്തുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലൂടെ നമുക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുക എന്നല്ല, സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല അതിന്റെ ജോലി കിട്ടുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് അറിയേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് LP UPയുടെ ഒരു മെയിൻ ബാച്ചാണ് നമ്മൾ ഇതിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത് എന്നും ഒക്കെ അറിയാം. വളരെ ഓണസ്റ്റായിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക്, PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് LP UPയിൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ്, ഹാജാസ് ക്ലാസ്സിൽ നിന്നാണ്. അതിനുശേഷം നമ്മുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ആ സ്റ്റുഡിയോ എല്ലാം മാറ്റി പുതിയ സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കി ഈ വരുന്ന ആഴ്ച അതിൻ്റെ റിന്യൂവേഷൻ പൂർത്തിയാക്കി അതിൻ്റെ ഒരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഇത് മാറ്റുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്, നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ മാസമാണ്. ഡിസംബറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരും. ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വന്നാൽ പരീക്ഷ എപ്പോൾ നടക്കും? സാധാരണഗതിയിൽ ഒരു 6 മാസത്തിനുള്ളിലാണ് പരീക്ഷ നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ പരീക്ഷ നടക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി പഠിച്ചാൽ ഒരു 7 മുതൽ 8 മാസം വരെയാണ് ഇതിനുള്ള സമയം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്ന PSC നടത്തുന്നതിൽ ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്ന പരീക്ഷകളിൽ ഒന്നായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരും. പരീക്ഷ ഒരു ജൂണിൽ നടക്കും. എത്ര ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്? പരീക്ഷ നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഈ പരീക്ഷ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 ഘട്ടങ്ങൾ. ഒന്ന് ഒരു പ്രിലിംസ് കാണും, രണ്ടാമത് ഒരു മെയിൻ എക്സാം കാണും. ഈ മെയിൻ പരീക്ഷ തന്നെയാണ് പ്രിലിംസ്. കുഴപ്പമില്ല, പ്രിലിംസ് 100 മാർക്കിന്റെ പരീക്ഷയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മെയിനും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇന്റർവ്യൂ കൂടി ഇതിനകത്തുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48 മാർക്കാണ്. മെയിൻസിന് 43 അപ്രോക്സിമേറ്റ് 43 മാർക്കാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ സാധാരണഗതിയിൽ ഇതിന്റെ പ്രിലിംസിനും മെയിൻസിന്റെയും സിലബസ് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. സിലബസ് മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്, പൊതുവെ ഇതിൽ നിങ്ങൾ എത്ര 100 മാർക്കിന് പ്രിലിംസ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ജോഗ്രഫി 5 മാർക്കിനാണ്, കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൂടെ ചേർത്ത് 10 മാർക്കുണ്ട്, എക്കണോമിക്സ് 5 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, കമ്പ്യൂട്ടർ 5 മാർക്ക്, ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ, സ്പോർട്സ് 10 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് 20 മാർക്ക്, മലയാളം 20 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, ടോട്ടൽ 100 മാർക്കിനാണ് പരീക്ഷ. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും. പക്ഷേ
മെയിൻസ് വരുമ്പോൾ ഈ മാർക്കുകളൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി പറയേണ്ടി വരും. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഹെൽത്ത് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് അതിന്റെ സിലബസ് പറയാം. ഇനി എങ്ങനെ പഠിക്കണം, എത്ര നേരം പഠിക്കണം എന്നതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം. ഇനി നമുക്കൊരു 7 മാസമാണ് സമയമുള്ളത്. ഈ 7 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും വെർസറ്റൈലാണ്, നമ്മൾ ഓരോരുത്തരും വൈവിധ്യം നിറഞ്ഞവരാണ്, ഓരോരുത്തരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. എൻ്റെ ജീവിത സാഹചര്യവും നിങ്ങളുടെ ജീവിത സാഹചര്യവും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് പഠിക്കാം. എത്ര നേരം പഠിക്കണം എന്ന് ചോദിച്ചാൽ, എത്ര നേരം നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നേരം പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് 1 മണിക്കൂറേ ഉള്ളൂ, പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് എത്ര നേരം പഠിക്കാൻ കിട്ടുമോ, നിങ്ങൾക്കൊരു 10 മണിക്കൂർ പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സാറ് വന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങളൊരു 3 മണിക്കൂർ പഠിച്ചാൽ മതി, പറ്റില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. സമയം 7 മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് 10 മണിക്കൂറെങ്കിലും ദിവസം പഠിക്കണം. 10 മണിക്കൂർ പഠിക്കണം, പഠിച്ചേ പറ്റൂ. എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ, ഒരു സിവിൽ സർവീസിന് ഒരു കുട്ടി എങ്ങനെ പഠിക്കുമോ അതേപോലെ പഠിക്കണം. അതേപോലെ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയി, അത്രയും ഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കണം. LD പരീക്ഷയുടെ തയ്യാറെടുപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു LGSന്റെ തയ്യാറെടുപ്പ് പോലെയോ ആ ഒരു ലാഘവത്തോടെ നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അത് ഈസി എന്നല്ല ഇതിന്റെ അർത്ഥം. അത് LGS പരീക്ഷ ഈസിയാണ്, അത് വളരെ ലാഘവത്തോടെ പഠിച്ചാൽ കിട്ടും എന്ന ഒരു അർത്ഥത്തിലല്ല ഞാനത് പറഞ്ഞത്. ആ രീതി, ആ മെത്തേഡ് അല്ല ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കുറച്ചുകൂടി ഡെപ്തിലും കുറച്ചുകൂടെ ഇന്റൻസിറ്റിയിലും നമ്മൾ വർക്ക് ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം. അതിന് എത്രത്തോളം സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണം. മസ്റ്റായി ഒരു 10 മണിക്കൂറെങ്കിലും നമുക്ക് ഒരു ദിവസം മാറ്റാൻ കഴിയണം. 8 മുതൽ 10 മണിക്കൂറാണ് ഞാൻ പറയുന്നത്. 8 to 10 hours വേണം. ഇത്രയും മിനിമം നമ്മൾ വേണം. ഇനിയുള്ള സമയം കൂടെ നോക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തതയോടെ നല്ല സ്റ്റേബിളായി പഠിക്കുക. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ക്ലാസ്സുകളും നമുക്ക് ഈ പരീക്ഷയെ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പറഞ്ഞു വരുന്നത്, വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാവുന്ന ഇതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ അത്തരത്തിലൊരു പരീക്ഷ എഴുതുമ്പോൾ ആ ഗൗരവം നമുക്കുണ്ടാവണം. നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇതിന്റെ മോട്ടിവേഷനൊക്കെ നമുക്ക് വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഇനി പഠിച്ചാൽ കിട്ടുമോ? 100% കിട്ടും. 100% കിട്ടും. 100% കിട്ടും. കിട്ടൂല എന്നുള്ളവർ പഠിക്കരുത്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയണ കാര്യം നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾക്ക് കഴിയില്ല എന്ന വിശ്വാസത്തോടെ പഠിക്കരുത്. ഉദാഹരണത്തിന്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാർ ഓടിക്കാൻ പഠിക്കാൻ പോവാണ്. കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് കാറിനകത്ത് കയറിയിരുന്നു. 1ാമത്തെയും 2ാമത്തെയും ദിവസം എൻ്റെ മനസ്സിൽ ഇത്രയും പാടുപെട്ടാണ് ഒരാൾ കാർ ഓടിക്കുന്നതെന്ന് തോന്നി. കാരണം ഇത്രയും ഡിഫിക്കൽട്ടായി ഈ ലോകത്തൊരു സംഭവമില്ല എന്ന് ആ ദിവസങ്ങളിലെ ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഇത്രയും പ്രശ്നമുള്ള ബാക്കിയെല്ലാം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കാർ ഓടിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോറി തന്നാലും ഞാൻ ഓടിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രാക്ടീസ് മേക്സ് സ്കിൽ എന്നാണ്. പ്രാക്ടീസ് സ്കില്ലുണ്ടാക്കും. സ്കില്ലാണ് ആക്ച്വലി PSC പഠനം എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ഒന്നും പെട്ടെന്ന് നല്ല ഒരു ജോലിയിലേക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇതിനകത്ത് നിൽക്കണം. ഈ PSCക്കകത്ത് നിൽക്കണം. PSCക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. ഇത് ഒരു സ്കില്ലായി മാറണം. അപ്പൊ എന്ത് ചോദ്യങ്ങൾക്കും കൃത്യമായി വളരെ ആക്യുറേറ്റ് ആയി ഉറപ്പിച്ച് ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിലോട്ട് നമ്മൾ ആകണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നല്ല, ഇനി ഏതൊരു പരീക്ഷ വന്നാലും, ഡിഗ്രി ലെവലിൽ നടക്കുന്ന, +2 ലെവലിൽ നടക്കുന്ന, 10ാം ക്ലാസ് ലെവലിൽ നടക്കുന്ന ഏതൊരു പരീക്ഷ വന്നാലും ആ പരീക്ഷ നേടിയെടുക്കാൻ
നിങ്ങളെ കൊണ്ട് പറ്റും. 7 മാസം ധാരാളം. പക്ഷെ നിങ്ങളാവണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ, ഇതൊന്നും ഇവിടെ ടോപ്പിക് അല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് 100% ഈ പരീക്ഷ ഗംഭീരമായി നേടിയെടുക്കാൻ കഴിയും. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഏതാണ്? തിരുവനന്തപുരത്ത് ഒരുപാട് ഓഫ്ലൈൻ സെന്ററുകളുണ്ട്. ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പണിയറിയാവുന്ന, ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഓഫ്ലൈൻ സെന്ററുകളുണ്ട്. ഏറ്റവും പരസ്യവും മാർക്കറ്റിംഗും ഒക്കെയുള്ള ഒരുപാട് സെന്ററുകൾ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടാണ്. കോഴിക്കോടും കൊല്ലത്തും ഒക്കെ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് 100% പോർഷൻ കവർ ചെയ്ത് കിട്ടില്ല. ഓഫ്ലൈൻ ബെസ്റ്റാണ്. നമുക്ക് നേരിട്ട് അധ്യാപകരെ കണ്ട് അവിടെ ഒരു എക്സ്പീരിയൻസ്, അവിടെ ഇരുന്ന് പരീക്ഷയുടെ അതേ ഒരു സാഹചര്യത്തിൽ എക്സാമിനേഷനൊക്കെ എഴുതി, അങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഓരോ വീക്കിലും നല്ല മോഡൽ എക്സാം ഒക്കെ എഴുതി നമുക്കൊന്ന് സെറ്റായി വരാനൊക്കെ പറ്റുമെങ്കിലും നിങ്ങൾക്ക് പോർഷൻ കവർ ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഒരു പരിമിതി, ലിമിറ്റേഷൻ. രണ്ടാമത് ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, എല്ലാ സബ്ജക്റ്റുകൾക്കും അവർക്ക് ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്നാൽ കൂടിയും നമുക്ക് ഈ പറയുന്നത് പോലെ നോട്ട് കൊടുത്ത് SCERT ടെക്സ്റ്റ് ബുക്കും NCERT ടെക്സ്റ്റ് ബുക്കും ഒക്കെ പഠിപ്പിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഹെവി ടാസ്ക് ആണ്. ഇനി അഥവാ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പോകണം എന്ന് വിചാരിച്ചാലും തിരുവനന്തപുരത്തെ സ്ഥിതിഗതി ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ 20,000+ ഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫ്ലൈനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിനെ കുറിച്ച് 20,000+ ആണ് നിങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടി വരിക. അതിലും പലപ്പോഴും നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രയും ഫീസ് കൊടുത്ത് ചേർന്നല്ലോ എന്നൊരു തോന്നലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ് ഉള്ളവർ തന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളുടെയും കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ സാക്ഷി നിർത്തി തന്നെ പറയുന്നു, ഇന്ന് ഈ വീഡിയോ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശമുള്ള എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഞാൻ എടുത്തു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു 3-4 ആപ്ലിക്കേഷനുകളിൽ 18,000 പുറത്ത് 18,500 ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞ ഫീസാണ്. 18,500 രൂപ ഓൺലൈനിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഫീസാണ്. നല്ല ക്ലാസ്സുകളായിരിക്കണം, അതുകൊണ്ടാണല്ലോ അത്രയും ഫീസൊക്കെ വാങ്ങുന്നത്. വേറൊരു ആപ്ലിക്കേഷനിൽ വിളിച്ചപ്പോഴും 15,500 രൂപയാണ് അവരുടെ ഫീസ്. 15,500 രൂപയാണ് ഫീസ്. വേറൊരു സാറിന്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള സാറിന്റെ ക്ലാസ്സിന് 8,933 എങ്ങാണ്ടോ ഫീസ് പറഞ്ഞു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരെ. ഈ 8,953, 63 എന്നൊക്കെ പറയുന്നത് അത്രയും ഫീസ് വാങ്ങാതെ ഒരിക്കലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു കോച്ചിങ് കൊടുക്കാൻ കഴിയില്ല. ഞാൻ വളരെ സത്യസന്ധമായി തന്നെ നിങ്ങളോട് പറയുകയാണ്, ഒരു 10,000 രൂപ ഫീസ് വാങ്ങാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് ഒരു കുട്ടിക്ക് ഒരു ഫീസ് അത്രയും ഫീസ് വാങ്ങാതെ ഒരു കോഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരിക്കലും പറ്റില്ല. 5,000, 4,000 ഫീസ് വാങ്ങിക്കൊണ്ട് നടക്കുന്ന കോഴ്സുകളുണ്ട്. അതിന് അവർക്ക് എങ്ങനെയാണത് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞങ്ങൾ LP UPക്ക് ഏകദേശം എന്താ പറയുക, ഏറ്റവും കൂടുതൽ കുട്ടികളെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഹാജാസ് ക്ലാസ്സസ്. അത് നമ്മൾ LP UP മാത്രമാണ് പ്രധാനമായിട്ടും, എന്നിട്ട് LDയുടെ ഒരു ബാച്ച് കൂടെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വൈകിയാണ് തുടങ്ങുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഉത്തമ ബോധ്യമുണ്ട്. ഇച്ചിരി വൈകിയാണ് നമ്മുടെ ബാച്ച് തുടങ്ങുന്നത്. എന്നാലും നമ്മൾ ഒരു ഹാജാസ് ക്ലാസ്സസിൽ ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നു. ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് 7,999. ആരും സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 100 സ്റ്റുഡൻറ്റിന് നമ്മൾ ഇപ്പോൾ അത് ഇന്ന് മുതൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇന്നാണ് ആ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ 100 സ്റ്റുഡൻറ്റിന്, ഈ വീഡിയോ കാണുമ്പോഴും ഇത് ലോഞ്ച് ആയിട്ടില്ല, 100 പിള്ളേർക്ക് നമ്മൾ 1,999 രൂപയ്ക്കാണ്, അതായത് 1,999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുക. 18% GST ഉണ്ടാവും, അത് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യണം. ആദ്യത്തെ 100 സ്റ്റുഡൻറ്റിന് മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മുടെ ടോട്ടൽ ഫീസ് 7,999. അതിന് ചിലപ്പോൾ ഒരു 30% ഒക്കെ ഫീസിന്റെ ഒരു റിഡക്ഷൻ ഇട്ട് നമ്മളത് ഈ ഒരു കോഴ്സ് നമ്മൾ സെല് ചെയ്യും. എന്തായാലും ആദ്യത്തെ 100-ൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫസ്റ്റ് ബാച്ചിൽ നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോഴ്സ് ചെയ്യുമ്പോൾ അത് വളരെ സിൻസിയറായി വളരെ അർപ്പണബോധത്തോടുകൂടി നിങ്ങളെ മനസ്സിലാക്കി തന്നെ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിനകത്ത് ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്? പുതിയ ആൾക്കാരാണോ? അല്ല, നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആളുകളുടെ മാത്രം. ഇപ്പൊ എന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കണം, എൻ്റെ പേര് ഹാജ എന്നാണ്. അപ്പൊ എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം, MSc MEd ആണ്. അതിനെ കൂടെ തന്നെ കുറേ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ 8ഓളം ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പഠിക്കുകയാണ്, ഞാൻ ഇപ്പോൾ PhD ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ മലയാളം ടീച്ചർ രണ്ടുപേര്, അവർ രണ്ടുപേരും PhD-കാരാണ്. ഇനി നമുക്ക് ഓരോ അധ്യാപകരായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ കോഴ്സിന്റെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച്, സെക്രട്ടേറിയറ്റിന്റെ ചിത്രം അവിടെ കാണാം. അവിടെ നമുക്ക് പോണം ജോലിക്ക്, ഇല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മളെ നിയമിക്കപ്പെടും. അപ്പോൾ അവിടേക്ക് നമുക്ക് ജോലിക്ക് കയറണം എന്ന സ്വപ്നത്തോടു കൂടി നമുക്ക് ഈ ചിത്രം കണ്ട് തന്നെ ഓരോ ക്ലാസ്സുകളും പഠിച്ചു വരേണ്ടതുണ്ട്. നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ, ഏറ്റവും ബെസ്റ്റ് അധ്യാപകൻ തന്നെയാണ് നമ്മുടെ ബിനോജ് സാറ്. ബിനോജ് സാറാണ് നമുക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സും കറണ്ട് അഫയേഴ്സും എടുക്കുന്നത്. ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് അടങ്ങുന്ന ക്ലാസ്സുകൾ വ്യക്തതയോടെ നിങ്ങളിലെ മുന്നിലേക്ക് ബിനോയ് സാറ് സിലബസിന്റെ ഒരു ഭാഗവും ഒഴിഞ്ഞു പോകാതെ വിട്ടുപോകാതെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു. നമുക്കറിയാം, നിരവധി ആപ്ലിക്കേഷനുകളിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ഹാജാസ് ക്ലാസ്സസിന്റെ LP UPയിലെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്തു തന്ന ചന്ദ്രബാബു സാറാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൈകാര്യം ചെയ്യുന്നത്. സാറ് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനുണ്ടാകും. അതുപോലെ ഇംഗ്ലീഷ് നമുക്ക് പറയാം, വൺ ആൻഡ് ഓൺലി എന്താണ് ഹക്കീം സാർ. ഹക്കീം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിന്റെ കാര്യം ഇല്ല. കാരണം ഇംഗ്ലീഷ് എന്നാൽ ഹക്കീം സാർ എന്ന ഒരു ഫോർമുല തന്നെയുണ്ട്. ഇംഗ്ലീഷ് ആണോ ഹക്കീം സാറാണ് അത് എടുക്കേണ്ടത് എന്ന ഒരു ഫോർമുല തന്നെയുണ്ട്. അപ്പൊ സാറാണ് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. അത്രയും എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. ചന്ദ്രബാബു സാറിനൊരു 30 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് PSC ഫീൽഡിൽ തന്നെ ഉണ്ടാവണം. അരുൺ സാറ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ്. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. എൻ്റെ ട്യൂഷൻ സെന്ററിൽ അധ്യാപകനാണ്, നല്ല മിടുക്കനാണ്, ഏറ്റവും നന്നായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ആണ് എടുക്കുന്നത്. മലയാളം ടീച്ചറാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് ഉണ്ട്. ടീച്ചർ ഡോക്ടറേറ്റ് ആണ്, മലയാളത്തിൽ ഡോക്ടറേറ്റ് നേടിയ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഡോക്ടർ ഗീതു, ടീച്ചറിന്റെ ലൈവ് ക്ലാസ്സുകളും ടീച്ചറിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും നമുക്ക് കിട്ടും. അത് ടീച്ചർ ഡോക്ടറേറ്റ് ആണ്, മലയാളത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ടീച്ചറാണ്. ഇത് നമ്മുടെ പ്രദീപ് സാറാണ്. അതായത് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രദീപ് സാറിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ആദ്യത്തെ PSC കോച്ചിങ് സെന്റർ എന്ന് പറയപ്പെടുന്ന ബ്രില്യൻസ് അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകനാണ്. അവിടെ ആ സ്ഥാപനത്തിന്റെ എന്താ പറയുക, ഓണറല്ല, അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടൊക്കെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. എവിടെ എന്താണ് PSCക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ പ്രദീപ് സാറ്. അതേപോലെ അഭിരാം സാറിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുക. ജോഗ്രഫിയാണ് എടുക്കുന്നത്. നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയാണ് സാറ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. യൂട്യൂബിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അധ്യാപകൻ തന്നെയാണ് ബൈജു സാറ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടി എടുക്കുന്നത്. നല്ല ക്ലാസ്സുകളാണ്, സൂപ്പർ ക്ലാസ്സുകളാണ്. വളരെ എന്താ പറയുക, ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാറാണ്. വളരെ അർപ്പണബോധത്തോട് നിങ്ങളുടെ മുന്നിലേക്ക് ആ പോർഷനുകൾ അവതരിപ്പിക്കും. സാറിനൊരു പ്രത്യേകത, സാർ സ്കൂൾ ക്ലാസ്സുകൾ കൂടി CBSE, ICSE ഒക്കെ സാർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സാറിൻ്റെ നോളജ് അല്പം വൈഡാണ്. അതുപോലെ രുക്മ ടീച്ചർ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹിസ്റ്ററി അധ്യാപികയാണ്. ടീച്ചറും ഈ 10ാം ക്ലാസ്സും +1, +2 ഒക്കെ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ക്ലാസ് എടുക്കും. നല്ല മിടുക്കിയാണ്, നല്ല ഭംഗിയായിട്ട് ടീച്ചർ പഠിപ്പിക്കും നമുക്ക് വേണ്ടിയിട്ട്. അതേപോലെ കേരള ഹിസ്റ്ററി ഒന്നുമില്ല, സമാനതകളില്ല.
പറയാൻ വാക്കില്ല. ഇതിന് മുകളിലേക്ക് ഒരാളെ നമുക്ക് പറഞ്ഞറിയിക്കാനുമില്ല. സലിം സാറാണ്. സലിം സാർ നമുക്ക് വേണ്ടി കേരള ഹിസ്റ്ററി എടുത്തു തരും. സച്ചിൻ സാർ കമ്പ്യൂട്ടർ 5 മാർക്കാണ് നമുക്ക് കമ്പ്യൂട്ടറിന് ഉണ്ടാവുക. നമുക്ക് അടിപൊളിയായിട്ട് സാറിന്റെ ക്ലാസ് കിട്ടും. കറണ്ട് അഫയേഴ്സ് ഈ വിനീതനായ ഞാനാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന വേറൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയുമാണ് ഞാൻ ഇച്ചിരി കൂടുതൽ മാർക്കിന്, കാരണം ഇത് എൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയും മാത്സും കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഭാഗം ബിനോയ് സാറാണ് പഠിപ്പിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇനിയൊരു ബാച്ച് LP UPക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിന്റെ പേര് ലെജൻഡ് ബാച്ച് എന്നാണ്. 2027 പരീക്ഷ നടക്കേണ്ടത് എന്ന് 2026 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. 27 പരീക്ഷ നടക്കും. അതിന്റെ ഒരു ബാച്ചും നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നാളെയാണ് അതിന് ലോഞ്ച് ചെയ്യുന്നത്, കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ ജനറൽ PSCയുടെ ഒരു ക്ലാസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ്. പിന്നെ ഒരു സംശയം കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, കറണ്ട് അഫയേഴ്സ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ ഉണ്ടാവുമോ എന്നാണ്. ആക്ച്വലി എല്ലാ ഓൺലൈൻ ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് കോഴ്സാണ്. പക്ഷെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യത്തെ 100 പേർക്ക് ഇതാണ് ഫീസ്. ഈ ഫീസിൽ തന്നെ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സും കിട്ടുന്നതായിരിക്കും. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിനകത്ത് ഹാജാസ് ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഹാജാസ് ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു ബാച്ച് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. 1999 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ് 100 കുട്ടികൾക്ക്. അതിൻ്റെ കൂടെ GST കൂടി ഉണ്ടാവും. 101ാമത്തെ കുട്ടി മുതൽ 7,999ന്റെ 30% റിഡക്ഷനോടുകൂടി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 നമ്പറുണ്ട്. ഒന്ന് എൻ്റേതാണ്, ഒന്ന് എൻ്റെ വൈഫിന്റെ നമ്പറാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നിർബന്ധമായും തീർച്ചയായും തിരികെ വിളിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് മുന്നേറാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീസാണ് നമ്മൾ തന്നിട്ടുള്ളത്. ക്ലാസ്സുകൾ സമാനതകളില്ലാത്തതായിരിക്കും. ക്ലാസ്സിൽ ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നു. എല്ലാവരും നമ്മൾ സാധാരണ പറയാറുണ്ട്, വക്കീലിന്റെ അടുത്തും ഡോക്ടറിന്റെ അടുത്തും ഒക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അവരൊക്കെ മുടി നരച്ചവരാണോ അല്ലെങ്കിൽ തല നരയുള്ളവരാണോ നോക്കാറുണ്ട്, അത്രയും എക്സ്പേർട്ടുകളാണോ നോക്കാറുണ്ട്. പക്ഷേ ആ പഴമൊഴി ഒന്ന് മാറ്റി പറയേണ്ടതുണ്ട്. ഈ നരയുണ്ടോ എന്ന് നോക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വേണ്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അത് നമുക്കുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിന്റെ പുതിയ വിശേഷങ്ങൾ, പ്രിലിംസിന്റെ സിലബസ്, മെയിൻസിന്റെ സിലബസ് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വീഡിയോ ക്ലാസ് നമുക്ക് വീണ്ടും ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.